വലത് കാല് വെച്ച് കയറിക്കോ. 5 വർഷത്തിന് ശേഷം ഈ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതാനുഭവങ്ങളിൽ നിന്നും ഞാനിപ്പോ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ മുൻവിധികൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലെന്ന. ഉണ്ടോ? കഴിഞ്ഞ വരവിൽ ആരതിയും എഴുന്നള്ളിക്കാൻ ആളും കൊട്ടും കുരവയും ഒക്കെയായി ഒരു ഉത്സവത്തിന്റെ ബഹളമായിരുന്നു. ഇപ്പൊ നമ്മൾ മാത്രം. വീടൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടെ വല്ല ജോലിക്കാരോ മറ്റോ? താക്കോൽ ഇരവിയമ്മാവിന്റെ കയ്യിലാ. വീട് തുറന്നൊന്ന് വൃത്തിയാക്കിയിടണം. 1 മാസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ സാധനം ഒന്നും ചത്തില്ലേ? ജനനവും മരണവും ഒന്നും ഇപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല. വിഷമിക്കണ്ട. താൻ എന്നോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ തന്റെ കുറെ സാരികളൊക്കെ ഇപ്പോഴും ഇതിനകത്തുണ്ട്. ആ പഴയ അമ്മാളോ സ്റ്റൈൽ സാധനങ്ങളെ. ഈ വേഷത്തിൽ താൻ നന്നായിരിക്കുന്നു. പണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടതും താൻ അണിയാൻ മടിച്ചതുമായ വേഷം. വേഷത്തിലൊക്കെ മാത്രമേ മാറ്റമുള്ളൂ. ഈ പിശാച് വലതുകാല് വെച്ച് കയറി വന്നപ്പോ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞു, മഹാലക്ഷ്മി പോലൊരു പെണ്ണെന്ന്. ഒടുവിൽ എന്റെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർത്തി വന്നു. പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ ആസ്വദിച്ച് കൊല്ലണം. ഇല്ല, അവൾ ദയർഹിക്കുന്നില്ല. ഒരിക്കലും ദയർഹിക്കുന്നില്ല. ഞാൻ അനുഭവിച്ച മാനക്കേടിനും വേദനയ്ക്കും പ്രതികാരം ചെയ്യാൻ ദൈവം ഒരുക്കിത്തന്നതാണ് ഇവളെ. ഇങ്ങനൊരു അവസരത്തെ പിഴയ്ക്കാത്തൊരു തന്ത്രം മെനയണം. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കാണും. അത്താഴത്തിന് എന്തെങ്കിലും ഒരുക്കണ്ടേ? കുറെ കാലമായി നിശബ്ദം ഉറങ്ങുന്ന വീടാ. അതോ മരിച്ച വീടോ? ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കുമാർ വണ്ടി എടുത്തു പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി വന്നാ ഞാൻ വെച്ചുണ്ടാക്കി തരാം. നോൺ വെജ് എന്തെങ്കിലും വാങ്ങണം. ചിക്കനോ മട്ടനോ എന്തെങ്കിലും. എനിക്ക് നോൺ വെജ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെ എനിക്ക് മറ്റൊരു ശീലമുണ്ട്. അത്താഴത്തിന് മുമ്പ് 1.5 പെഗ്. എന്താ ആളക്കളിയാക്ക? ഒരിക്കലും അല്ല. പച്ചക്കറി മാത്രം തിന്നുന്ന പശുവിനെ നിങ്ങൾ വിളിച്ച് പരിഹസിച്ച ഞാൻ, മദ്യത്തിന്റെ മണമടിച്ചാൽ ഛർദിക്കുന്ന ഞാൻ, ഇങ്ങനെയൊക്കെ മാറിയ പോരെ? മാറാതെ പറ്റില്ലായിരുന്നു. ആശിച്ച് പ്രാർത്ഥിച്ച് വലങ്കാലി ചവിട്ടി കടന്നു വന്ന ജീവിതം ചതിച്ചപ്പോ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഉറങ്ങാത്ത പല രാവുകൾ സമ്മാനിച്ചത് ഒരു സൈക്കിക് അവസ്ഥയാ. ഭ്രാന്ത്. നിങ്ങളെ നഷ്ടപ്പെട്ട സങ്കടമല്ല. ജീവിതം ചതിക്കപ്പെട്ടപ്പോ കുടുംബം, ബന്ധുക്കൾ, എന്തിന് അമ്മ പോലും ഉപേക്ഷിച്ചു പോയപ്പോ ഉറക്ക ഗുളികയിൽ അഭയം തേടി. അന്ന് അവിടെ വെച്ച് എന്നെ പരിചരിച്ച ഒരു യങ് ഹാൻസം സൈക്യാട്രിസ്റ്റ് ഒരിക്കൽ എന്റെ കവിളിൽ തട്ടി ഹിപ്സിൽ പിടിച്ചിട്ട് പറഞ്ഞു, മുത്തേ, നീ കണ്ടമാനം തടിക്കുന്നു. അത് ഈ ഉറക്ക ഗുളികയുടെ സൈഡ് എഫക്റ്റാ. ഉറങ്ങാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്ന്. അന്നു മുതലാ മദ്യം ശീലമാക്കിയത്. തുളസി നുള്ളി കാതിൽ വെച്ച് സന്ധ്യാനാമം ഒരുക്കഴിച്ച് നല്ല ഭർത്താവിനെ കിട്ടാൻ വ്രതം നോറ്റ് കാത്തിരുന്ന എന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നത് അമ്പലപ്രാവിനെ കഴുകൻ കൊത്തിയെടുത്ത് ഇറച്ചിക്കടയിൽ കൊണ്ടുവച്ചതുപോലെയായിരുന്നു. ക്ഷമിക്കണം. എത്ര മറക്കാൻ ശ്രമിച്ചാലും വേണ്ട. ഇവിടെ ഇപ്പോൾ നമ്മുടെ പുതിയ ജീവിതമാണ്, പുതിയ കരാറാണ്. ഞാൻ തികച്ചും പുതിയ ആളുമാണ്. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിഥിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എനിക്കിഷ്ടായി തന്റെ ഈ മാറ്റത്തിന്റെ കഥകൾ. നമുക്ക് എൻജോയ് ചെയ്യാം വീണ് കിട്ടിയ ഈ ദിവസങ്ങൾ. എന്താ? അല്ല, ഈ പറഞ്ഞതൊക്കെ അല്ലാതെ തനിക്ക് മറ്റെന്തെങ്കിലും ആവശ്യം? എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞാൽ പാടുപെടും. തൽക്കാലം ഇന്നത്തെ കാര്യങ്ങൾ നടക്കട്ടെ. നിനക്ക് ഞാനിവിടെ വച്ചു വിളമ്പി തരാൻ ഞാൻ നിന്റെ വേലക്കാരി. പട്ടിയെപ്പോലെ എന്റെ മുന്നിലിട്ട് കളിപ്പിക്കും ഞാൻ. എന്നിട്ട് വീണ് കിട്ടുന്ന ആദ്യ അവസരത്തിൽ തന്നെ നിന്നെ ഞാൻ ഇവനെ മാനം കെടുത്തണം. ഇവന്റെ പൗരുഷത്തെ,
വ്യക്തിത്വത്തെ ഒക്കെ പരിക്കേൽപ്പിച്ച് ആസ്വദിക്കണം. സ്നേഹിച്ചു കൊല്ലുന്നതിനാണ് നോവിച്ച് കൊല്ലുന്നതിനേക്കാൾ ത്രില്ല്. എന്റെ ജീവിതത്തിലേക്ക് രണ്ടാമത് കടന്നു വന്ന ചക്കിക്ക് ക്ഷമിക്കണം, ഇപ്പോഴങ്ങനെ വിളിക്കുന്നതിൽ എതിർപ്പുണ്ടോ? ഉണ്ട്. ആ പഴയ പെണ്ണ് മരിച്ചു. എന്നാൽ ചില സത്യങ്ങൾ മരിക്കില്ല. തനിക്കെന്താണ് ഒരു സമ്മാനം തരിക എന്ന് ആലോചിച്ചു. ഇതാ, ഒരു വർഷം നമ്മൾ ഒരുമിച്ച് ഇവിടെ ജീവിച്ചപ്പോ താൻ എഴുതിയ ഡയറി, ദിനസരി കുറിപ്പുകൾ. ഇതിലെ എല്ലാ വാചകങ്ങളിലും എനിക്കെതിരെയുള്ള കുറ്റാരോപണങ്ങളാണ്. ഞാൻ പർച്ചേസിംഗിന് പോകുമ്പോ തനിച്ചല്ലേ, മറിച്ചു നോക്ക്. ഇന്നലെകൾ ഓർക്കുന്നത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് നല്ലതാണ്. ഓഗസ്റ്റ് 17 ചിങ്ങ 1. ഇന്നെന്റെ വിവാഹമാണ്. ഈ ചടങ്ങിലെ മുഖ്യ വേഷക്കാരി എന്ന നിലയിൽ വെളുപ്പിനെ തുടങ്ങിയ വേഷം കെട്ടൽ. കതർ മണ്ഡപത്തിലേക്ക് എത്തുമ്പോൾ തകിലിനെ തോൽപ്പിക്കുന്ന എന്റെ നെഞ്ചിടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. അശ്വിനിക്കടുത്തിരിക്കുമ്പോ എന്തോ ഒരു സുരക്ഷിതത്വം. കഴുത്തിൽ മിന്നുകെട്ടുമ്പോ അശ്വിനി എന്റെ കാതിൽ എന്തോ ഒന്ന് മന്ത്രിച്ചു. നാശം! ഗെട്ടുമേളവും കുരവയും കാരണം അത് കേൾക്കാൻ കഴിഞ്ഞില്ല. ആരവങ്ങൾ ഒടുങ്ങുന്നില്ല. ഞാൻ അശ്വിനിയുടെ വീട്ടിലേക്ക്. കസവിട്ടു നല്ല കിനാവിനു കല്യാണം. നെല്ലിപ്പൂവിൻ നീല കസവിട്ടു നല്ല കിനാവിനു കല്യാണം. സീമന്തരേഖയിൽ പുണരാനൊരുങ്ങുന്നു സിന്ദൂര സൂര്യവസന്തം. ഈ ചെമ്പനിൽ പൂവിനു താലിഭാഗ്യം. പുത്തൻ പ്രതീക്ഷയ്ക്കു പുടവയേകി പ്രാണന്റെ പാതി പകുത്തു നൽകി. പുത്തൻ പ്രതീക്ഷയ്ക്കു പുടവയേകി പ്രാണന്റെ പാതി പകുത്തു നൽകി. പുലരികൾക്കോരോ പുതുമ നൽകാൻ പ്രണയമൊരുക്കുന്നു പരിണയം. ഇത് പകരമില്ലാത്ത പരിരംഭണം. മനം പോലെ പെയ്തൊരീ മംഗല്യ ചന്ദ്രിക മധുരം പകരാനെത്തി. മനം പോലെ പെയ്തൊരീ മംഗല്യ ചന്ദ്രിക മധുരം പകരാനെത്തി. ഈ നിലവിൽ സ്നേഹസോപാനത്തിൽ നിറയെ നന്മ കൊളുത്തി. നിറയെ നന്മ കൊളുത്തി. വലം കാൽ വയ്ക്കുമി വരലക്ഷ്മി നടയിലെ നിലവിളക്കാരു കെടുത്തി. പൊന്നിൻ നിലവിളക്കാരു കെടുത്തി. നെല്ലിപ്പൂവിൻ നീല കസവിട്ട് നല്ല കിനാവിനു കല്യാണം. സീമന്തരേഖയിൽ പുണരാനൊരുങ്ങുന്നു സിന്ദൂര സൂര്യവസന്തം. ഈ ചെമ്പനിർ പൂവിൻ
പറഞ്ഞതാ. അശ്വിനി പകുതി കുടിച്ചിട്ട് ബാക്കി എനിക്ക് തരുമെന്ന്. എനിക്ക് വേണ്ട കേട്ടോ, മുഴുവൻ കുടിച്ചോ. എനിക്കാരും കഴിക്കുന്നതിന്റെ ബാക്കി കഴിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കരുതി ഇതൊക്കെ സിനിമയിൽ മാത്രമേ കാണുള്ളൂ എന്നാ. ഇതൊക്കെ പഴയൊരു കൺസെപ്റ്റാ. എന്തായാലും അമ്മായി തന്നു വിട്ടതല്ലേ, കുടിച്ചോ. എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ തിരക്കാ. ബന്ധുക്കളും ആഘോഷവും പ്രസന്റേഷനും ഒക്കെയായി മനുഷ്യനാകെ വലഞ്ഞു. ഇത്രയും മെനക്കെട്ട പണിയാണ് കല്യാണം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ആഭരണങ്ങൾക്ക് ഇട്ടോണ്ട് നിൽക്കുന്നതോ ആന നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളത്തിന് നിൽക്കുന്നത് പോലെ. അതിരാവിലെ വന്ന് വിളിച്ചു നിർത്തി ബ്യൂട്ടി പാർലറുകാരും വീഡിയോക്കാരും കൂടി പണി തുടങ്ങിയതാ. അശ്വിനി, ഞാനൊരു കാര്യം ചോദിക്കാനിരിക്കുകയായിരുന്നു. താലി കെട്ടിയപ്പോ താൻ എന്റെ ചെവിയിൽ എന്തോ ഒന്ന് പറഞ്ഞില്ലേ? എന്തായിരുന്നു അത്? ആ ഊത്തുകാരുടെ മേളക്കാരുടെ മേളത്തിനിടയ്ക്ക് ഇത് കേട്ടില്ല. അതൊക്കെ ആ സമയത്ത് മാത്രം പറയേണ്ട കാര്യമാണ്. ആവർത്തിച്ച ബോറാ. പ്ലീസ് അശ്വിൻ, കേൾക്കാത്തത് കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇയാൾ അല്പം കൂടി ഉറക്കെ പറയണ്ടേ? താലി കെട്ടുന്ന സമയത്ത് പെണ്ണിന്റെ കാതിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങ് വിളിച്ചു പോവാനൊക്കോ? ഇപ്പോ എനിക്ക് ചില കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട്. എനിക്കൊരല്പം മോഡേൺ ജീവിത രീതിയാണ് ഇഷ്ടം. നടപ്പിലും ഉടുപ്പിലും പെരുമാറ്റത്തിലും ഒക്കെ അങ്ങനെയുള്ളൊരു ഫ്രണ്ട് സർക്കിളാണ് എനിക്കുള്ളതും. തൻ്റെ ഈ ആന ചവിട്ടിയത് പോലുള്ള പൊട്ടും അമ്മാള് സ്റ്റൈല് പട്ടുസാരികളും ഇതൊന്നും എൻ്റെ സെൻസ് ഓഫ് ലൈഫുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നതല്ല. ജീവിതത്തിലെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതല്ല കേട്ടോ. സോറി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. പിന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൂടി, നമ്മുടെ ജീവിതത്തിൽ മൂന്നാമതൊരാളിന് മിനിമം 5 വർഷത്തേക്ക് പ്രവേശനമില്ല. മൂന്നാമതൊരാള്? അതാര്? പൊട്ടി ഒരു കുഞ്ഞുവാവ. സുരക്ഷിതമായ മാർഗം. ഇതിലോരോ ഗുളിക കഴിക്കുന്നു, നമ്മൾ അബോർഷൻ ഒഴിവാക്കുന്നു. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. എന്റെ സുഹൃത്ത് ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തതാ, മറക്കാതെ കഴിക്കണം. അയ്യോ, എന്റെ അമ്മ പറഞ്ഞേക്കുന്നത് 1 വർഷത്തിനകം ഒരു കുഞ്ഞുവാവെ കൊടുക്കണമെന്നാ. നന്നായി, അതിന് വേറെ ആളെ നോക്കണം നീ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ തന്നെ മനുഷ്യനെ പേടിപ്പിക്കരുത്. ഒരാഴ്ച ശരിക്കും ഉറങ്ങിയിട്ട് എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നു. ഞാൻ കിടക്കുകയാണ്, പ്ലീസ് എന്നെ ശല്യം ചെയ്യരുത്. ആരവങ്ങളും ആൾക്കൂട്ടങ്ങളും ഒഴിയുന്നത് എത്ര പെട്ടെന്നാണ്. പിറ്റേന്ന് ഞങ്ങളുടെ വീട് ഏറെക്കുറെ ആറാട്ട് കഴിഞ്ഞ ഉത്സവപ്പറമ്പ് പോലെയായി. വീട്ടിൽ വളരെ അടുത്ത ചില ബന്ധുക്കൾ മാത്രം.